ശങ്കരന് നല്ല ഉറക്കാട്ടോ. അവർ മാത്രമല്ല കുഞ്ഞൂസും ഉറക്കാണ്. മേട്ടു ഇവിടെ വിചാരിക്കുന്നുണ്ടാവൂലേ, മേട്ടു അപ്പുറത്താണ്, ആൾ അപ്പുറത്ത് കുറേ നേരമായി പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കെട്ടിയിട്ടേക്കാണ്. കാരണം ആൾ മതിൽ ചാടിയല്ലോ എന്നുള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് വന്നപ്പോൾ നല്ലൊരു ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ അവരെ ഉണർത്താതെ മെല്ലെയാണ് അവരെ പാത്രവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വിളമ്പി വെച്ചതിന് ശേഷം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഉറക്കം കണ്ടപ്പോൾ വിളിക്കാനൊന്നും തോന്നില്ല. ഈ എന്ത് ക്യൂട്ടായിട്ടോ എല്ലാവരും ഉറങ്ങുന്നതല്ലേ. കുഞ്ഞൂസും ശങ്കരൊക്കെ ഏകദേശം ഒരേപോലെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഞാൻ മേട്ടൂനെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. പോയപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾ കാണണേ. ഇവന് മണ്ണിൽ തന്നെ ഇപ്പോൾ പരിപാടി കേട്ടോ. എന്തോ അവൻ്റെ കോലം കണ്ടില്ലേ. മേട്ടു എന്തേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നെ ഒന്ന് നോക്കിയെങ്കിലും അതിൽ തന്നെ അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ആളവിടെ ആക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടാൽ ശരിയാവില്ല. ആളെന്തായാലും അകത്ത് കയറ്റിയിടാമെന്ന് വിചാരിച്ചു. അവർക്ക് കഞ്ഞിയും പയറായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെമ്മീൻ വറുത്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം കഞ്ഞിയും പയറുമ്പോൾ അത്ര രീതിയിൽ പോകാറില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നേരെ കുഴച്ച് മേട്ടുവിനാണ് ആദ്യം കൊണ്ട് കൊടുത്തത്. പക്ഷേ മേട്ടു അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് കൊടുക്കാൻ തോന്നിയില്ല. കണ്ടില്ലേ, ആൾക്ക് അല്ലെങ്കിലേ നല്ല ഇച്ചിങ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് മണ്ണ് പോയി കിടക്കുന്നത്. ആൾ വാശി കാണിക്കുമ്പോൾ ഇപ്പം എന്തോ നമ്മൾ പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കാറുണ്ട്. കാരണം പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ മാക്സിമം അവൻ്റെ ഇഷ്ടം പോലെ നിൽക്കാനായിട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വേഗം അവനവിടെ കെട്ടിയിട്ട് അവിടെ ഭക്ഷണം കൊടുത്തിട്ട് വേഗം ഞാൻ അവിടെ നിന്ന് മാറി കേട്ടോ. ഇനി കുറച്ച് നേരം ആളെ കരച്ചിലുണ്ടായിരിക്കും. കാരണം അകത്ത് ഇപ്പോൾ കിട്ടുന്ന ആൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മേട്ടുവിനൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം നേരെ ഞാൻ നമ്മളെ ശങ്കരനും കുഞ്ഞൂസിനും മേട്ടുവിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ശങ്കരിനെ പുറത്തിറക്കും കേട്ടോ. കാരണം അവളെ പുറത്തിറക്കി അവൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കഴിയും. അവൾ കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പാത്രത്തിൽ നിന്ന് കഴിക്കാനും കൊതി ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ കുഞ്ഞൂസ് അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ശങ്കരിൻ്റെ വയറങ്ങോട്ട് ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കുറച്ച് വരികയാണ്. 4 നേരം ഉള്ളത് 3 നേരമായി. ഇനി മെല്ലെ 2 നേരം ആക്കണം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ.